ഹലോ, അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നീട് ആ ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഇതാ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നീട് എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കോളിഫ്ലവർ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നോക്കുക. ഒരു മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ആണ് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, ഒരു സവാള ചോപ്പ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2-3 കഷ്ണം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. വെളുത്തുള്ളി ആദ്യം ഇട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഇഞ്ചി ചേർക്കുന്നുണ്ട്, പിന്നെ മുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കുമാണ് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർക്കേണ്ടത്. അതിനുശേഷം ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തതിന് ശേഷം സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി വെക്കുക. അതിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതായത് 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഗോബി മഞ്ചൂരിയനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും സിമ്പിളുമാണ്.